എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് മുതലൊരു കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ പറയാമെന്ന് കരുതുന്നു നമ്മുടെ ഈ യൂട്യൂബിലൂടെ. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല പല സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് സംസാരിക്കണം തോന്നി, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് കടന്നു വന്നത്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഫുള്ള് സോഷ്യൽ മീഡിയ വഴിയാണല്ലോ, അപ്പോൾ എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് എനിക്ക് ഒരു തോന്നൽ വന്നു. അതിൻ്റെ ഒരു ബേസിലാണ് ഞാനിപ്പം നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ വെറുതെ കാണുക, അത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഫോളോ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ല എല്ലാവരും പറയുന്നത്. ശരിക്കും ഇന്നത്തെ കാലത്ത് പാവപ്പെട്ടവരുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലൊന്നാമതായിട്ട് നമുക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെയൊക്കെ എടുക്കാം. കാരണം അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്നൊരു സമൂഹമാണ് ഓട്ടോക്കാർ. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് എറണാകുളത്ത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഓരോ ഓട്ടോക്കാരനെ കാണുമ്പോൾ അവൻ്റെ ദുഃഖങ്ങളും മറ്റൊരു ഓട്ടോക്കാരനെ കാണാൻ അവൻ്റെ ദുഃഖങ്ങളും, ഇത് കേട്ട് കേട്ട് ഇതിലേതാണ് ദുഃഖങ്ങൾ വലുതെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ദുഃഖങ്ങളാണ്. അതിനിടയ്ക്ക് ഈ വെഹിക്കിൾമാർ പിടിക്കുന്നു, അവർ ഫൈനടിച്ച് കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്കൊരു ചൂഷണമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഓരോരുത്തരുടെ ഇടപെടലും ഇതിനകത്ത് നടക്കുന്നത്. കാരണം എത്രയോ കഷ്ടതകൾ അനുഭവിക്കുന്ന ഓട്ടോക്കാരെ, വീട് ജപ്തി ചെയ്ത് നിൽക്കുന്നത്, മാരകമായ രോഗങ്ങൾ പിടിപെട്ട കുടുംബത്തിലുള്ളവർ, കയറി കിടക്കാൻ വീടില്ലാത്തവർ, അങ്ങനെ ഒരുപാട്. ഞാൻ എൻ്റെ ഈ കുറച്ച് ഒരു 3-4 മാസം കൊണ്ട് ഞാൻ എറണാകുളത്ത് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിനിടയ്ക്ക് കണ്ടുമുട്ടിയ ഒരുപാട് മനുഷ്യർ ഈ കഷ്ടതകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു യാത്രയിൽ ഈ ഓട്ടോറിക്ഷയുമായിട്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് അവന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെന്ന് ഓർത്തുകൊണ്ട് ഒരു രക്ഷയിലായിട്ട് ഇറങ്ങുന്ന ഒരു ഫീൽഡാണ് ഓട്ടോറിക്ഷ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു. ശരിക്കും നല്ലൊരു വിഷമം തോന്നി. അതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചിലർ മോശമായിരിക്കും, പക്ഷേ എന്നോർത്ത് എല്ലാവരും മോശമല്ല എന്നാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇവരെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. ശരിക്കും കഷ്ടം തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവരുടെ എല്ലാ യാത്ര എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ ഞാനും അങ്ങനെ ഒരാളാണ്, ഞാനും അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്നിരുന്നാലും അവരെയൊക്കെ പറ്റുന്ന പോലെ നമ്മളൊന്ന് സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക. ഒരു ഓട്ടം കഴിയുമ്പം വെറും അവജ്ഞയോടുകൂടി കാണാതെ ഒരു ഹാപ്പിയായിട്ട് അവരെ മടക്കി വിടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ വീഡിയോ ചുരുക്കുന്നു.